കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇനി വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ. സുപ്രീം കോടതിയുടേതാണ് ഈ സുപ്രധാന ഉത്തരവ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിലും സർക്കാരിന് ഇതിൽ നിർണായക സ്വാധീനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ വിധി. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേരള ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് ശരിവെച്ചത്. സിയാലിൽ സർക്കാരിന് കാര്യമായ നിയന്ത്രണവും സാമ്പത്തിക പങ്കാളിത്തവുമുണ്ട്. മുഖ്യമന്ത്രി ചെയർമാനായും മന്ത്രിമാർ ഡയറക്ടർമാരായുമുള്ള ഒരു ബോർഡ് പ്രവർത്തിക്കുന്നതിനാൽ ഇതിനെ ഒരു പബ്ലിക് അതോറിറ്റിയായി കണക്കാക്കാമെന്ന് സുപ്രീം കോടതി വിലയിരുത്തുന്നു. സിയാൽ മാനേജിംഗ് ഡയറക്ടർക്ക് ഹൈക്കോടതി ചുമത്തിയിരുന്ന 1 ലക്ഷം രൂപ പിഴ സുപ്രീം കോടതി റദ്ദാക്കി. ബോർഡിന്റെ അനുമതിയില്ലാതെ കോടതിയെ സമീപിച്ചു എന്ന കാരണത്താലായിരുന്നു ഹൈക്കോടതി പിഴ വിധിച്ചത്. ഈ പിഴയും MD-ക്കെതിരെയുള്ള പരാമർശങ്ങളും കോടതി നീക്കം ചെയ്തു. നിയമനം, സാമ്പത്തിക ഇടപാടുകൾ, ടെൻഡറുകൾ, ബോർഡ് തീരുമാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഇനി പൊതുജനങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ചോദിക്കാനും മറുപടി നേടാനും സാധിക്കും. ഗ്രീൻ കേരള ന്യൂസ് എഡിറ്റർ MR അജയൻ നൽകിയ പരാതിയിൽ സിയാൽ വിവരാവകാശ പരിധിയിൽ വരുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ സിയാൽ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് 2025 ഓഗസ്റ്റിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ സുപ്രീം കോടതിയും ശരിവച്ചിരിക്കുന്നത്. ജനം, കൊച്ചി.